മാലപ്പടക്കം എന്ന് പറഞ്ഞാൽ ചറപറോ എന്നായിരിക്കും ചോദ്യങ്ങൾ ഇങ്ങനെ ചറപറോ എന്ന് വരുമ്പം നിങ്ങൾ ഇങ്ങനെ ചടപറോ എന്ന് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ മാത്രം നിങ്ങൾക്ക് മാർക്കുകൾ കിട്ടുള്ളൂ. ചേട്ടാ അതായത് പാട്ട് വരുന്നു. ഏതാ? ആടിവാ പിഷു പാടിവാ പിഷു. ഓക്കേ പാടിക്കോ. ആട്ടുതൊട്ടിലിൽ നിന്നെ ചവിട്ടി മേടിച്ച് മര്യാദക്ക് ചോദിക്കും. ഓക്കെ, എന്റെ ചോദ്യങ്ങളുടെ പ്രത്യേകത നിങ്ങൾ ശരിയോ തെറ്റോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. കൂടുതലായിട്ട് മറ്റൊന്നും പറയേണ്ട ആവശ്യമില്ല. ശരിയോ തെറ്റോ ചിന്തിക്കാൻ സമയമില്ല. പട്ടപ്പടയെന്ന് വളരെ സ്പീഡിൽ വേണം ഉത്തരം പറയാൻ. ഇതിൽ ആരാദ്യം പറയുന്നു എന്നത് വലിയൊരു ഘടകമല്ല. അതുകൊണ്ട് ഞാൻ എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ ആരോടെങ്കിലും എനിക്കിഷ്ടമുള്ളവരോട് ഞാൻ ആദ്യം ചോദ്യം ചോദിക്കും. നമ്മുടെ ആദ്യം വന്ന ബൈജു ചേട്ടനോട് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ഫസ്റ്റ് ചോദ്യം. റെഡിയാണല്ലോ? റെഡി. വാമനൻ മൂന്നാമത്തെ ചൂട് വെച്ചതോടെ ഭൂമി മുഴുവൻ തീർന്നു. തെറ്റ്. തുളുനാട് മധ്യ കേരളമാണ്. തെറ്റ്. ഇത്തവണത്തെ കേരള സർക്കാർ ഓണം ബമ്പർ 8 കോടിയാണ്. ശരി. 3 ചോദ്യങ്ങൾക്കും വളരെ ഗംഭീരമായിട്ട് മത്സരിച്ചു ശ്രീമാൻ ബാബു ജോസ്. ബൈജു ജോസ് മനഃപൂർവ്വം ശരിയോ തെറ്റോ? അതാണ് എന്റെ ചോദ്യം. ബാബു ജോസ് ശരിയാണോ തെറ്റാണോ നീ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയതാണ്. ഇതാണ് ബൈജു ജോസ്. വീണെടുത്തിറന്നുരുളാൻ നിന്നെ പോലെ വേറെ ആരുമില്ല. ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു? വാമനൻ മൂന്നാമത്തെ ചുവട് വെച്ചതോടെ ഭൂമി മുഴുവൻ തീർന്നു. എന്തുകൊണ്ടാണ് ബൈച്ചേട്ടൻ അതിനെ തെറ്റെന്ന് പറഞ്ഞത്? എനിക്ക് അറിയാവുന്നത് രണ്ടാമത്തെ വെച്ചപ്പോ എല്ലാം തീർന്നു. പിന്നെ വെക്കാൻ സ്ഥലമില്ലാത്തോണ്ടാണ് മഹാബലിയുടെ തലയിൽ വെച്ചു എന്നാണ് ഐതിഹ്യം എന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. ഓണത്തെ കുറിച്ച് ഒരുപാട് അറിയാം അല്ലേ? ചിന്തിച്ചില്ല. നോക്കട്ടെ, ആദ്യത്തെ ചോദ്യം ഒന്ന് വരട്ടെ. ചേട്ടൻ പറഞ്ഞത് തെറ്റെന്നാണ്. ചേട്ടൻ തെറ്റ് എന്ന് പറഞ്ഞാൽ അത് തെറ്റ് തന്നെയാണ്. അതിന് 10 മാർക്ക് ചേട്ടൻ കിട്ടിയിരിക്കുകയാണ്. നല്ല ഐഡി. മൂന്നാമത്തെ ചൂട് ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ മഹാബലി തല വെച്ച് കൊടുക്കുകയാണ്. പുള്ളി എല്ലാം അളന്നിട്ട് എനിക്ക് കാല് വെക്കാൻ സ്ഥലമില്ലെന്നും പറഞ്ഞ് തല വെച്ച് കൊടുക്കുകയാണ് മഹാബലി ചെയ്തെന്നുള്ളത് തന്നെയാണ് ഐതിഹ്യം. എന്റെ രണ്ടാമത്തെ ചോദ്യം തുളുനാട് മധ്യ കേരളമാണ്. അപ്പോൾ ചേട്ടൻ പറഞ്ഞത് എന്തോ ആയിക്കോട്ടെ, ചേട്ടൻ എന്തുകൊണ്ടാണ് അതിനെ തെറ്റെന്ന് പറഞ്ഞത്? അത് പുളുവാണോന്ന് എനിക്കറിയില്ല. അതെനിക്ക് തോന്നുന്നത് അങ്ങ് വടക്കാണ്. തുളുനാടൻ കളരി കാര്യങ്ങളൊക്കെ കേരളത്തിന്റെ വടക്ക് ദിശയിലാണെന്ന് എനിക്ക് തോന്നുന്നു. അതായത് എന്റെ രണ്ടാമത്തെ ചോദ്യമായിരുന്നു തുളുനാട് മധ്യ കേരളമാണ് തെറ്റ്. അത് തെറ്റ് തന്നെയാണ്. 10 മാർക്ക്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വടക്കൻ കേരളമാണ് തുളുനാട്. അതാണ് നമ്മുടെ ഭാഷ. തുളു സംസാരിക്കുന്നത് അവിടെയാണ്. മംഗലാപുരം, കാസർഗോഡ് ആ ഭാഗത്തിനൊക്കെ കൂടെ ചേർന്നാണ് തുളുനാട് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു നന്ദിനി? ഇത്തവണത്തെ കേരള സർക്കാർ ഓണം ബമ്പർ 8 കോടിയാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞു സത്യം പറയാ, ഞാനത് ശ്രദ്ധിക്കാത്തില്ല. കാര്യം ഇതുവരെ ലോട്ടറി എടുത്തിട്ട് അടിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഞാൻ വെറുതെ ഇങ്ങനെ ടക്കിന്ന് അടിച്ചിട്ട് കളയാന്ന് മാത്രമുള്ള അവസരം നോക്കിയിട്ട്. അപ്പൊ എനിക്ക് ഒരു കറക്കി കുത്തായിരുന്നു ശരിക്കും. പോട്ടെ, ഇപ്രാവശ്യം അടിക്കുമോ നമുക്ക് നോക്കാം അല്ലേ? നോക്കട്ടെ, ഈ ലോട്ടറി അടിക്കുമോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നോക്കി അറിയാലോ. 8ന്റെ പണി കിട്ടും, 8 കോടി കിട്ടുമോ എന്നുള്ളത് അറിയാലോ. ശരിയെന്ന് പറഞ്ഞു. ലോട്ടറി ടിക്കറ്റിന്റെ വില 200 രൂപയാണ്. 8 കോടിയാണ് സമ്മാനം. ഏറ്റവും വലിയ ഇതുവരെ കൊടുത്തിട്ടുള്ള ഏറ്റവും വലിയ തുകയാണ് ഇത്തവണ 8 കോടി സമ്മാനമായിട്ട് കൊടുക്കുന്നത്. എല്ലാവരും ഓരോന്നൊക്കെ എടുക്കുക. കിട്ടിയാല് 8 കോടി കിട്ടുന്ന ഭാഗ്യമാണ് ചേട്ടൻ ഇവിടെ കിട്ടിയത് കേട്ടോ. കോടി കിട്ടിയാൽ 8ന്റെ പണി കിട്ടാണ്ടിരുന്നാൽ മതി. ഇനി ചോദ്യങ്ങൾ ചോദിക്കാൻ പോകുന്നത് നിറകുടമേ ശ്രദ്ധിച്ച് കേൾക്കുക. ഉറുമ്പുകൾ ഉറങ്ങാറില്ല. ശരി. ചിലപ്പോൾ ഓണം കന്നിമാസത്തിലും വരാറുണ്ട്. തെറ്റ്. ഈ ഒളിമ്പിക്സിൽ മോശം പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ കൽക്കരി ഖനികളിൽ ജോലിക്ക് അയച്ച രാജ്യമാണ് ദക്ഷിണ കൊറിയ. തെറ്റ്. നമ്മൾ രാത്രിയൊക്കെ നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ഉറുമ്പ് കടിക്കാറുണ്ട്. ഉറുമ്പ് കിടന്ന് ഉറങ്ങുവാണെങ്കിൽ ഉറുമ്പ് രാത്രി നമ്മളെ കടിക്കൂ? ഉറുമ്പിന് രാവിലെ ഉറങ്ങാലോ. ഷിഫ്റ്റ് ആണ്. രാത്രി നമ്മളെ കടിച്ചിട്ട് പകരം കിടന്ന് ഉറങ്ങാന്നുള്ളത്. മാത്രമല്ല ഉറുമ്പിനെ ഏത് രാത്രി ലൈറ്റ് ഇട്ട് നോക്കിയാലും സീരിയസ് ആയിട്ട് നടന്നുകൊണ്ടാണ്. കട്ടുമ്പൊക്കെ എങ്ങോട്ടാ പോണേന്ന് ഒരു പിടുത്തമില്ല അല്ലേ? ഏതാണ്ട് മറന്നു വെച്ചാൽ എടുക്കാൻ പോണല്ലേ കട്ടുമ്പൊക്കെ പോണത്. ഉറുമ്പുകൾ ഉറങ്ങാറില്ല. നോക്കട്ടെ, ഉറുമ്പുകൾ ഉറങ്ങാറില്ല ശരിയെന്ന് പറഞ്ഞു. അത് തെറ്റാണ്. 0 മാർക്ക്. ഉറുമ്പുകൾ ഉറങ്ങാറുണ്ട്. വിഡ്ഢിത്തരമായിട്ടാണ് നന്ദിനി പറഞ്ഞെങ്കിൽ ഉറുമ്പുകൾ എപ്പോഴും നോക്കിയാലും നമ്മൾ ലൈൻ ഏരിയ പോകുന്നുണ്ടെങ്കിൽ ഉറുമ്പുകൾ പൊതുവെ പോകുന്നത് ഷിഫ്റ്റ് ആയിട്ടാണ് ഉറുമ്പുകൾ ഉറങ്ങുന്നത്. അല്ല, ഉറുമ്പുകൾ ഉറങ്ങാണ്ട്
നമ്മൾ ചെവി വെച്ച് കഴിഞ്ഞാൽ കൂർക്കമ്പലേക്ക് കേൾക്കാൻ പറ്റൂല. ഇതിന് പകരം വല്ല നല്ല നല്ല നോളജ് ഉള്ള ചോദ്യങ്ങളെ ചോദിച്ചെങ്കിൽ ഉത്തരം പറഞ്ഞേനെ. നോബൽ സമ്മാനം പോട്ടെ, എനിക്ക് നോർമൽ സമ്മാനം കിട്ടിയത്. അല്ലേ കുറച്ച് നോളജ്. അടുത്തത് വളരെ നോളജ് ഉള്ള ചോദ്യമായിരുന്നല്ലോ നമ്മൾ ചോദിച്ചത്. ഉത്തരം പറഞ്ഞു. ചിലപ്പോൾ ഓണം കന്നിമാസത്തിൽ വരാറുണ്ട്. അതിനെങ്കിലും ശരി ഉത്തരം പറയായിരുന്നു ചേച്ചി. കുട്ടികളെ നോക്കൂ ചിലപ്പോൾ ഓണം കന്നിമാസത്തിൽ വരാറുണ്ട്. തെറ്റെന്ന് പറഞ്ഞു. തെറ്റ് തന്നെയാണ്. 10 മാർക്ക്. ഓണം ഒരിക്കലും കന്നിമാസത്തിൽ വരാറില്ല. ഓണം ചിങ്ങമാസത്തിലൊക്കെ തന്നെ വരാറുണ്ട്. കന്നിമാസത്തിൽ എപ്പോഴും ഓണം വന്നിട്ട് പോയോ? ഇനി എന്റെ അടുത്ത ചോദ്യം ഏതായിരുന്നു? ഈ ഒളിമ്പിക്സിൽ മോശം പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ പിഷാരടി എന്നോടൊക്കെ ചോദിക്കണത്. പിന്നെ ഒളിമ്പിക്സ് TV പോലും തുറന്നു കാണാത്ത ഒളിമ്പിക്സിനെ കുറിച്ചൊക്കെ ചോദിച്ചിട്ട്. പക്ഷെ ചോദ്യം വളരെ അത് അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രേക്ഷകർ ഭയങ്കര ഒരുപാട് വാർത്ത ഇത് ശ്രദ്ധിക്കുന്നു. ലോകം മുഴുവൻ ആഘോഷ വാർത്തയാണ്. ഈ ഒളിമ്പിക്സിൽ മോശം പ്രകടനം കാഴ്ചവെച്ച താരങ്ങളെ കൽക്കരി ഖനികളിൽ ജോലിക്ക് അയച്ച രാജ്യമാണ് ദക്ഷിണ കൊറിയ. അല്ല, മാർക്ക് നോക്കിയിട്ട് ഞാൻ പറയാം അതിനെ കുറിച്ച് എങ്ങനെ എനിക്ക് അറിയാമെന്നുള്ളത്. അപ്പൊ പറയാം. തെറ്റ്. ഇതൊക്കെ എനിക്കറിയായിരുന്നു. ഞാനതാണ് എന്നാലും നിങ്ങളെ ഒളിമ്പിക്സ് ഒക്കെ കണ്ണ് അടയ്ക്കാതെ നോക്കി എല്ലാ പ്രോഗ്രാം കണ്ടൊരു വ്യക്തിയാണ് ഞാൻ. ഇന്ത്യക്ക് സിൽവർ കിട്ടിയത് അതൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല കുട്ടി. ശരി, നിങ്ങൾ കണ്ണടച്ച് കണ്ട കുട്ടിയാണെങ്കിൽ ഇത് പറയൂ. ഇപ്പൊ ദക്ഷിണ കൊറിയ അല്ലെങ്കിൽ ഏത് രാജ്യമാണ് അങ്ങനെ ചെയ്തത്? ഞാൻ പറഞ്ഞില്ല, ഇനി എനിക്കത് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞു പോയില്ലേ? അതെങ്ങനെ പറയാൻ ശരിയാവും? ചോദ്യങ്ങളാണ് ഞാൻ അങ്ങനെ പറയാൻ സമ്മതിക്കാൻ പറ്റില്ല. അതായത് ഉത്തര കൊറിയ. ഇതിന്റെ ഉത്തര കൊറിയ. ഇനി നമ്മൾ അടുത്ത ആളോടുള്ള ചോദ്യം ചോദിക്കട്ടെ, എന്നാലേ എനിക്കൊരു കാര്യങ്ങൾ കേൾക്കാൻ പറ്റുള്ളൂ. ആരോടാണ് ചോദിക്കുന്നത്? ബിനോളിയാ. ബെനുളിയൻ എന്താ ഞങ്ങൾ ഇത്ര തമാശ പറയുമ്പോൾ ബെനുളിയൻ CBSE സിലബസുകാരെ മിണ്ടാണ്ട് നിൽക്കുക. പുള്ളി ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത് ചെറുപ്പത്തിൽ. അതുകൊണ്ട് ഊട്ടിയില് ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചത് അല്ലേ? അത് പൂട്ടി. വീട് ഇങ്ങോട്ടേക്ക് വിട്ടേ. പാട്ട് കേൾക്കുന്ന പശു കൂടുതൽ പാൽ ചുരത്തും. ശരി. കല്ല് വിഴുങ്ങി വെള്ളത്തിൽ ശരീരഭാരം ക്രമീകരിക്കുന്ന ജീവിയാണ് മുതല. ശരി. മാവേലി ജനിച്ചെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രാചീന കൊട്ടാരം മാവേലിക്കരയിലാണ്. ശരിയാണോന്ന് തെറ്റാണോന്ന് എനിക്ക് സംശയമുണ്ട്. ശരി. ശരി. തെറ്റ്. ശരി പറഞ്ഞിട്ട് ഇനി മാറ്റാൻ പറ്റില്ല. ശരി പറഞ്ഞു പോയി. അങ്ങനെ മാറ്റാൻ പറ്റില്ല. ശരി ഫിക്സ് ചെയ്തു. ബിനുവേട്ടാ, നിങ്ങളുടെ വീട്ടിൽ പശു ഉണ്ടോ? ഉണ്ട്. അതിന് പാട്ട് കേൾപ്പിക്കാറുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് ഈ പാട്ട് കേട്ടാൽ പശു കൂടുതൽ പാൽ ചുരത്തും എന്ന് പറഞ്ഞത്? TV പ്രോഗ്രാമില് പച്ചക്കറികളുടെ തോട്ടത്തില് ബോക്സ് ഒക്കെ വെച്ചിട്ട് പാട്ട് കേൾപ്പിക്കുന്നു. ഈ പാട്ട് കേട്ടിട്ട് അറിയാതെ പാൽ ചുരത്തി കൊച്ചിന് പോലും വെച്ചേക്കണ പോലും പുള്ളിക്ക് കറന്നു കൊടുത്തു എന്നാണ് ഞാൻ കേട്ടത്. നിങ്ങൾ കേട്ടത് പശു വെച്ചേക്കുന്ന പാല് വരുത്തും എന്നുള്ളത്. നോക്കട്ടെ ഇപ്പൊ പുരുഷ എന്ത് പറയുന്നുള്ളത്. പുരുഷു ടെൻഷൻ അടിപ്പിക്കല്ലേ വേമ്പ. പശു പാട്ട് കേൾക്കുന്ന കുഴപ്പമാണ്. ശരി 10 മാർക്ക്. ഇപ്പൊ ഗവൺമെന്റ് ഫാമുകളിൽ വരെ FM റേഡിയോ വെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ള പുതിയ അറിവ് എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെയാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. രണ്ടാമത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം പശു ഇപ്പൊ പാട്ട് കേട്ടാൽ പാൽ ചുരത്തും. നമ്മുടെയൊക്കെ ഷോ ഒന്ന് കാണിച്ചാൽ അല്ല പശു പശുവിന് ജീവിത വിദഗ്ധി നോക്കുമ്പോ നന്ദിനിയുടെ DJ പശു തൊഴുത്തില് നിങ്ങൾക്ക് ആർക്കും സത്യം അറിയാം. നന്ദിനി DJ ആണ്. യഥാർത്ഥത്തിൽ DJ ആണ്. ആ DJയുടെ മെഷീനൊക്കെ ഇവരുടെ വീട്ടിലുണ്ട്. അത് മേടിച്ചു കൊടുത്ത സമയത്ത് അച്ഛനും അമ്മയും കൂടെ തയ്യൽ മെഷീൻ കുടിച്ചായിരുന്നെങ്കിൽ ഇവരുടെ ബ്ലൗസ് ഒക്കെ തയ്ച്ച് കാശുണ്ടാക്കിയാനെ. അപ്പൊ ഞാൻ അടുത്ത ചോദിച്ചത് കല്ല് വിഴുങ്ങി വെള്ളത്തിൽ ശരീരഭാരം ക്രമീകരിക്കുന്ന ജീവിയാണ് മുതല. ബിനുവിന് മുതലേ വല്ല പരിചയമുണ്ടോ? ഏതൊക്കെ മുതലേ കാണുക തൊടുകയൊക്കെ ചെയ്തിട്ടുണ്ടോ? ബിനുവിന് ഒരു വലിയ മുതല. ഈ ഗ്യാസുള്ള ഭക്ഷണം കഴിച്ചു കഴിയുമ്പോ ഗ്യാസ് വയറിലാണ് മേളിലേക്ക് പൊങ്ങി വരും. ആര്? മുതലേ. ഇത്തരം സന്ദർഭങ്ങളിൽ നോക്കട്ടെ നമുക്ക് ഏതാണ് ശരി എന്നുള്ളത് നോക്കട്ടെ. കല്ല് വിഴുങ്ങി വെള്ളത്തിൽ ജീവിക്കുന്ന ശരി. ചരിത്രപരമായ ഒരു കണ്ടുപിടുത്തമാണ് നിങ്ങൾ നടത്തിയിരിക്കുന്നത്. മാവേലി ജനിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്ന പ്രാചീന കൊട്ടാരം മാവേലിക്കരയിലാണെന്ന് ഞാൻ പറഞ്ഞു. അവിടെയാണ് ബിനോളിന്റെ മുഖം ഒന്ന് വാടി. മാവേലിക്കര എവിടെയായിട്ടാണ് മാവേലിയുടെ കൊട്ടാരം? പറഞ്ഞും പോയി. ശരി നോക്കാം.
തെറ്റാണ്. ശരി തെറ്റാ. മാർക്കില്ല. ഒന്നാമത്തെ കാര്യം അങ്ങനെ ഒരു സംഭവമേ ഇല്ല. മാവേലിയുടെ കൊട്ടാരം എന്നൊന്നും പറയുന്ന ഒരു സാധനം കേരളത്തിൽ എവിടെയില്ല. ഇതേ ആവശ്യമില്ല അങ്ങനെ ചോദിച്ചത്. നല്ല കാര്യമുണ്ടോ ചോദിക്കുന്നത്? ഞാനൊരു ട്രാക്കിൽ കൂടെ പൊക്കോണ്ടിരിക്കുവായിരുന്നു. ഒരാവശ്യമില്ലായിരുന്നു അതിന് ഉത്തരം പറയേണ്ടത്. മിണ്ടാണ്ടിരുന്നാ മതി. അപ്പൊ പാതാളം എന്ന് പറഞ്ഞ പിന്നെങ്കിലും ഉണ്ട് ഏലൂര്. ഞാൻ ആദ്യം CBSE എന്ന് പറഞ്ഞു പോയതുകൊണ്ട് മിണ്ടായിരുന്നു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചില്ലല്ലേ, അതുകൊണ്ട് ഞാൻ ഇനി പറഞ്ഞത് നെഗറ്റീവ് മാർക്സ് കാര്യമില്ല. ഇല്ലാത്തത് നമുക്ക് എല്ലാം ഉത്തരം എഴുതാം. അതുമല്ല ബിനോലിയനൊക്കെ CBSE ആയിട്ട് ഭയങ്കര സ്റ്റാൻഡേർഡാ. ഏമ്പക്കം വിട്ടാ സോറി പറയുന്ന ടീമാ. ഏമ്പക്കം വിട്ടാൽ നമ്മൾ കേട്ടിട്ട് പോലുള്ള കൈയൊക്കെ കഴുകിട പോണ റൂമിലൊക്കെ സോറി കേട്ടാ. സുബി അടുത്ത സുബി എന്നാ ഉണ്ടോ? ഒന്നുമില്ലേ? ഒന്നുമില്ല. ഒന്നുമില്ല. ശരിയോ തെറ്റോ മാത്രം പറഞ്ഞാൽ മതി. ദ്രാവിഡ ഭാഷകളിൽ ഏറ്റവും പഴക്കമുള്ളത് മലയാളത്തിനാണ്. തെറ്റ്. പെരുന്തച്ചൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത് MT വാസുദേവൻ നായരാണ്. ശരി. നാവിൽ ഓരോ രുചി അറിയുന്നതും വ്യത്യസ്ത ഭാഗങ്ങളിലാണ്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നില്ല. ശരി, നമ്മൾ പറയുന്ന ഭാഷയല്ലേ മലയാളം. എന്നിട്ട് ആ ഭാഷ മലയാളമായിട്ട് പോലും സുബിക്ക് മലയാളത്തിന്റെ കാര്യങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? ഒരേ ക്ലാസ്സിലായിരുന്നു പഠിച്ചത്. അതൊക്കെ അതാണ് സുബിയൊക്കെ പഠിക്കുന്ന കാലത്ത് CBSE കണ്ടുപിടിച്ചിട്ടില്ല. CBSE ചെയ്തു. എല്ലാരും CBSE നേരെയാണല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് സുബിയുടെ ഉത്തരങ്ങൾ പറയുന്നതിന് മുമ്പ് ബൈചേട്ടൻ മിമിക്രിയിൽ ഇപ്പൊ ഏറ്റവും പുതുതായിട്ട് ബൈചേട്ടൻ ചെയ്തു വരുന്ന ഐറ്റം എന്താണ്? ഞാൻ നമ്മുടെ വിനയ് ഫോർട്ടും സൗബിനും കൂടിയുള്ള ഡയലോഗ്. ചേട്ടൻ ധൈര്യമായിട്ട് ചെയ്തോ, ഞാനിവിടെ എഡിറ്റിൽ അത് എഴുതിയും കൂടെ കാണിപ്പിക്കാം. ശരിയല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് കളഞ്ഞോളാം. അതും ചെയ്യാം. സാറേ, എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്നാ സാറേ? എന്താണ് സാറിന്റെ പ്രശ്നം? എന്താണ് സാറേ, എൻ്റെ തലയിൽ മുടിയില്ല സാറേ. സാറിന് മുടിയില്ലാത്താണെന്നല്ലേ സാറേ? അല്ല, ഞാൻ ഈ വിഗ് സാറൊക്കെ വിഗ് വെച്ചിട്ടും കണ്ടല്ല, ഇപ്പോഴത്തെ ലെങ്കം മേടിക്കുന്ന കാക്ക ഷോക്ക് അടിച്ച് താഴെ വീണ് ലോറി ചളകി. വേണ്ട 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 വിഗ് വേണ്ട, വിഗ് വേണ്ട വേണ്ട വേണ്ട. നമ്മുടെ വിനയ് ഫോർട്ടിന്റെ സൗണ്ടിനെ ഉമ്മൻചാണ്ടി സാറിന്റെ ഒരു ചായയില്ലേ എന്നൊരു ഡൗട്ട്. ഈ വിനയ് ഞാൻ ഫോർട്ടിന്റെ പറഞ്ഞത് വിഷമമായി പോയെങ്കിലോ എന്ന് വിനയ് ഫോർട്ട് ആർക്ക് വിഷമമായിട്ട് എനിക്കൊരു വിഷമം. ഇത് എത്ര തവണ കേൾക്കണം തുടങ്ങിയത്? അല്ല, ഈ വിനയ് ഫോർട്ടിന്റെ ശബ്ദം അതിനകത്ത് ശരിക്കും നമ്മള് അബൂബക്കർ എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് നമ്മുടെ നമസ്കാരം. പുള്ളിയുടെ ശബ്ദമൊക്കെ ആയിട്ട് ബന്ധമുള്ള ഇപ്പൊ ഞാൻ എടുക്കണത് ഒറിജിനലല്ല, ഞാൻ എടുക്കണേന് ആ ഒരു ശബ്ദമൊക്കെ ഇട്ട്. സാറേ, എനിക്കൊരു പ്രോബ്ലം ഉണ്ട് സാർ. ഇത് കുറച്ചും കൂടി വ്യത്യാസപ്പെടുത്തണം. വീടിനാണെങ്കിൽ ഇത്ര കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ ശബ്ദമായിട്ട്. ഇനി ബൈചേട്ടൻ അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയ കാര്യം കൂടെ, നമ്മുടെ മാസ്റ്റർ പീസ് സിനിമകളിലൊന്ന് MG ശ്രീകുമാറിന്റെ ശബ്ദം കൂടെ ഒന്ന് അവതരിപ്പിച്ചാൽ വളരെ ഗംഭീരാവും. MG ശ്രീകുമാറിന്റെ ശബ്ദം നമ്മൾ സ്റ്റേജിൽ ചെയ്യുന്നപ്പോഴും കോടിയുടെ ശബ്ദവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്. ഓഡിയോ അങ്ങനെ അല്ലെങ്കിൽ പോലും നമ്മൾ മിമിക്രിക്കാരുടെ ഒരു സ്റ്റൈൽ വെച്ച് നോക്കുമ്പോൾ പിടക്കോഴി മുട്ടയിടാൻ പോകുമ്പോൾ ഒരു മുട്ടയിട്ട് കഴിയുമ്പോൾ ഒരു ശബ്ദമില്ല ഇങ്ങനെ. ഇല്ലേലും ഉണ്ടില്ലേ എന്നാ ഒരു 10,000 രൂപയുടെ പാട്ടങ്ങ് പാടിയാലോ? ഞാൻ തന്നെ സംഗീതം ചെയ്തൊരു പാട്ടിന്റെ 2 വരി അങ്ങ് പാടാം ഇല്ലേ? കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടെങ്കിൽ എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, എവിടെ ചെയ്യണം? മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നെൻ ബാല്യം, ആരോ മീട്ടിയ മഷിത്തണ്ടിൻ മുനയുള്ള കുളിരോർമ്മയാണെൻ്റെ ബാല്യം. ചെളിമണ്ണിൽ പാവാട ചായം തേക്കും, അതു കാണെ കളിയാക്കുമിളനാമ്പുകൾ, തളിരാടുന്ന പാടത്തെ കുളിരോർമ്മ ബാല്യം. വളരെ ഗംഭീരമായി. ഇനി മൈക്കൊന്ന് ബിനോളിയിലും കൂടെ കൊടുക്കണം. കോഴി മുട്ടയിടുമ്പോഴത്തേക്കുള്ള സൗണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ ഈ ഫ്ലോറിൽ വന്നപ്പോഴത്തേക്കും ഞാൻ കണ്ടുപിടിച്ചൊരു കാര്യം, ഈ നന്ദിനി ചിരിക്കുന്നത് അങ്ങനെയാ. നന്ദിനി ചിരിക്കുന്ന സൗണ്ട്. ചേട്ടൻ അങ്ങനെ തോന്നിയോ ചേട്ടാ? എനിക്ക് ഒരുപാട് മൃഗങ്ങളായിട്ട് തോന്നിയിട്ടുണ്ട്. കോഴിയും കൂടെ കൂടി എന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും തോന്നിയിട്ടില്ല. അല്ല, ആ മൈക്ക് ബിനോളിയിൽ കൊടുത്തേ. ബിനോളിയന്റെ വക ഒരു ഓണ സമ്മാനം നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ കൊടുക്കാനുള്ളത്? ഞാൻ MG ശ്രീകുമാർ പറഞ്ഞ യേശുദാസ് എടുക്കും, എനിക്കറിയാം. ദാസേട്ടൻ.
പൂനിലാവേവാ മുറ്റത്തെ പൂക്കളത്തിൽ വാടിയ പൂവനിയിൽ ഇത്തിരി പാൽ ചുരത്താൻ വാ 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 ഉത്രാടപ്പൂനിലാവേവാ. ദാസേട്ടൻ വർത്താനം പറയുന്ന ശബ്ദം അറിയോ? ഇത് നന്നായോ? അല്ല ഇത് ചേട്ടൻ പാടി പോലെ ഉണ്ടായിരുന്നു. അല്ല ഇതിപ്പോ കട്ട് ചെയ്ത് പോയാലും വേറൊന്ന് വെക്കാൻ വേണ്ടിയാ. ആ ശരി, ഒന്ന് ശബ്ദത്തിൽ വർത്താനം പറയോ? എല്ലാവർക്കും നമസ്കാരം. ഞാനും ദേവരാജ മാഷും കൂടിയിട്ട് ഒരുപാട് ഗാനങ്ങളൊക്കെ ഇങ്ങനെ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. പണ്ടൊക്കെ കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരെയും പ്രായമായ ആളുകളെയൊക്കെ ബഹുമാനിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് റിയാലിറ്റി ഷോയിലൂടെ ഒരുപാട് കലാകാരന്മാരെ എല്ലാവരുമില്ല, എല്ലാ കുട്ടികളുമില്ല. അവർ പെട്ടെന്ന് കിട്ടുന്ന ഒരു പ്രശസ്തിയിൽ അവരെ എന്തൊക്കെയോ ആയിപ്പോയി എന്നൊക്കെ ഒരു തോന്നലൊക്കെ ഉണ്ട്. എങ്കിലും എല്ലാവർക്കും നല്ല ഒരു ഓണാശംസകൾ നേരുന്നു. ശബ്ദം കറക്റ്റായെങ്കിൽ നല്ലൊരു കൈയടി തന്നാൽ കൊള്ളാം. അതായത് ഈ പറഞ്ഞതിന്റെ ഇടയിൽ ഒരു ജാമ്യം കൂടി എടുത്തിട്ടുണ്ട്. അതായത് മുതിർന്നവരെയും പ്രായമായവരെയും നമ്മൾ ബഹുമാനിക്കണം, കളിയാക്കരുതെന്ന്. അതായത് ബിനിച്ചേട്ടനെ നമ്മൾ ആരും കളിയാക്കരുത്, മുതിർന്ന ആളാണെന്ന്. മുതിർന്ന ആളാണ്. ഇനി ഒരു ശബ്ദം കൂടെ മോഹൻലാൽ, ഒരു ശബ്ദം കൂടെ. പുള്ളി വലിയ വലിയ സാധനം എടുക്കുള്ളൂ കേട്ടോ. നമ്മളെ പോലെ ഈ സൗബിൻ വിനയ് ഫോട്ടോ ഒന്നുമല്ല. ദാസേട്ടൻ കഴിഞ്ഞ അടുത്ത് മോഹൻലാൽ. കൂടും കൂട്ടുമില്ലാത്ത പ്രവാസിയുടെ ജീവിതം. വെള്ളാരം കല്ലുകൾ ഉരുകുന്ന ഒരു വേനൽ പകലിൽ ഗോളിയർ എത്തിച്ചു. ഗോളിയർ നിയാറ്റാൻസിന്റെ ഗോളിയർ ഹിന്ദുസ്ഥാനി സംഗീതം പഠിക്കണമെന്ന മോഹവുമായി ചെന്ന് കയറിയത് ഒരു പഴയ സിംഹത്തിന്റെ മടയിൽ. ഗുരുവിന്റെ കവറിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് യാത്ര തുടർന്നു. ഇന്നും തീരാത്ത പ്രവാസം. സബരോഗി സിന്ദഗി ജോ കഭി നഹി ഖതം ഹോ ജാതി ഹൈ. ഇപ്പൊ ഞാൻ CBSE സിലബസ് ആണ് മനസ്സിലായി. ഞാൻ നല്ല കറക്റ്റായിട്ട് പറഞ്ഞില്ലേ? അല്ല ചേട്ടാ അതിന്റെ അർത്ഥം എന്താ? വിഷു, ലാലേട്ടന്റെ ഡയലോഗ് ബിനിച്ചേട്ടൻ നന്നായിട്ട് പറഞ്ഞു. പക്ഷെ ശ്രീനിവാസൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ശ്രീനിവാസൻ ശ്രീനിവാസനെ അവതരിപ്പിക്കും. അമ്മാമയെ കിടിലം കൊള്ളുക്കുന്ന ഒരു പരമരഹസ്യം. പോക്കറ്റിലിട്ട് അമ്മാനം ആടിക്കൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എന്തൊക്കെ മോഹന വാക്കാണുകളായിരുന്നു. പഴം പുഴുങ്ങി വെച്ചെടുക്കുക, കോഴിയെ ഓടിച്ചിട്ട് മുട്ട എടുക്കുക. ആ കോഴിയുടെ പരിപ്പിളയെ കാണും. രാധെ ഓർഡർ നിൽക്കൂ രാധ. ഒന്നോടെ ബൈച്ചേട്ടന് മൈക്ക് കൊടുത്താല് ബൈച്ചേട്ടൻ എന്തോ മോഹൻലാൽ ഒരു ചെറിയ വിക്രീഡിതയും കൂടെ കാണിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. ആരാ മോനെ ദിനേശ അയ്യരെ പള്ളിത്തരം ചെയ്തറിയോ? ഇതാര് ചെയ്താലും ഇതെല്ലാം പൊറുക്കി കെട്ടി പൂവളിലെത്തിക്കും. പൂവള്ളി എന്റെ തറവാടാത്. ഒരുപാട് നാളത്തിന്റെ വേളയ്ക്ക് ശേഷം ഇന്ദുചൂടൻ വീണ്ടും വന്നിരിക്കുകയാണ്. ചില കളികളൊക്കെ കളിക്കാനും മറ്റു ചില കളികളൊക്കെ കളിച്ച് പഠിപ്പിക്കാനും. അതുകൊണ്ട് നീ ഇടഞ്ഞ കൊമ്പന്റെ കൃഷ്ണമണി തോട്ടി കെട്ടി കളിക്കല്ലേ. നീ പോടാ മോനെ ദിനേശ. സവാരി ഗിരിഗിരി. ഓക്കെ, നമുക്കിനി സുബിയുടെ മാർക്ക് എത്രയാണെന്നുള്ളത് നോക്കാം. മാലപ്പഴക്കൻ റൗണ്ടിൽ സുബി മത്സരിച്ചതിന് സുബിക്ക് മാർക്ക് എത്രയെന്ന് അറിയാതെയാണ് നമ്മൾ ഇത്രയും വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ദ്രാവിഡ ഭാഷ, അതെ, ദ്രാവിഡ ഭാഷയുടെ ഏറ്റവും പഴക്കമുള്ള ഭാഷയാണ് മലയാളം എന്ന് നമ്മൾ പറഞ്ഞു. തെറ്റ് എന്ന് പറഞ്ഞു, അത് തെറ്റ് തന്നെയാണ്. 10 മാർക്ക്. ദ്രാവിഡ ഭാഷയിൽ ഏറ്റവും പഴക്കമുള്ളത് തമിഴാണ്. മലയാളം വേണം ഏറ്റവും പുതിയ ഭാഷ എന്ന് പറയാം. ഞാൻ സാൻസ്ക്രിറ്റ് ആണെന്ന് വിചാരിച്ചത്. ആ സംസ്കൃതം എങ്ങനെ ദ്രാവിഡ ഭാഷയാകുന്നത്? അതെ, എനിക്ക് വിവരമില്ലാത്തോണ്ട്. എനിക്ക് അങ്ങനെ വേണമെങ്കിൽ അതാവാൻ പറ്റില്ല. പിന്നെ ഞാൻ ചോദിച്ചത്, പെരുന്തച്ചൻ എന്ന സിനിമ സംവിധാനം ചെയ്തത് MT വാസുദേവൻ നായരാണ്. അത് പിന്നെ സുബിക്ക് ഒരു സംശയമില്ലായിരുന്നു. ശരി എന്ന് തന്നെ പറഞ്ഞു. ഭാഗ്യം തിലകഞ്ചേട്ടനാന്ന് പറഞ്ഞില്ലല്ലോ, അത് തന്നെ വലിയ ഭാഗ്യം. സുബി അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. തോപ്പിൽ അജയൻ എന്നാണ് ആ ചിത്രത്തിന്റെ സംവിധായകന്റെ പേര്. MT സാറിന്റെ സ്ക്രിപ്റ്റ് ആയിരുന്നു, പക്ഷെ തോപ്പിൽ അജയനാണ് സംവിധാനം ചെയ്തത്. നാവിൽ ഓരോ രുചി അറിയുന്നതിനും വ്യത്യസ്ത ഭാഗങ്ങളിലാണ് എന്ന് പറഞ്ഞു. ഇവിടെ മധുരം, ഇവിടെ ഉപ്പ്, ഇവിടെ പുളി, അങ്ങനെ ഞാൻ പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് നമ്മൾ രസമുകുളങ്ങൾ നാക്കിലുണ്ട്.
ഇപ്പോഴും അത് പഠിപ്പിക്കുന്നുണ്ട് പലയിടത്തും ടങ്ക് മാപ്പ് എന്ന് പറഞ്ഞ് വാഴച്ചു വെച്ചിട്ട് ഇവിടെ ഇതറിയും, ഇവിടെ സൈഡിൽ പുളി അറിയും, ഇവിടെ മധുരം അറിയും എന്നൊക്കെ പറഞ്ഞ് അവസാനം കയ്പറിയും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഉപ്പെടുത്ത് ഈ സൈഡ് വെച്ചാലും ഉപ്പെടുത്ത് ഇവിടെ വെച്ചാലും എവിടെ വെച്ചാലും ഉപ്പിന് ഉപ്പ് തന്നെയായിരിക്കും. അതിന് അല്ലാതെ ഉപ്പ് വേറെ സൈഡിൽ വെച്ചാൽ മധുരമില്ല. പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നത് എല്ലാ രുചിയും നാവിന്റെ എല്ലാ ഭാഗങ്ങളിലും അറിയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഈ റൗണ്ടിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിരിക്കുന്ന ആള് ബൈചേട്ടനാണ്. ബൈചേട്ടൻ CBSE പഠിക്കാത്തത് കൊണ്ട് പുള്ളി മാത്രം 30 മാർക്ക് മേടിച്ചു. ബാക്കി നമുക്ക് മറ്റേ നാടൻ സ്കൂളിലായിരുന്നു. CBSE പഠിക്കാത്തതുകൊണ്ടാണോ എന്തുകൊണ്ടെന്ന് അറിയില്ല. ഇപ്പൊ മൊത്തം മത്സരം കഴിഞ്ഞപ്പോൾ ശരിയോ തെറ്റോ എന്ന് പറയുന്ന റൗണ്ടിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിച്ചിരിക്കുന്നത് ബൈജു ജോസ് ആണ്. അദ്ദേഹം 30 മാർക്കോടെ ലീഡ് നിലനിർത്തിയിരിക്കുകയാണ്. തൊട്ടുപുറകെ 2 ഉത്തരം മാത്രം ശരി പറഞ്ഞുകൊണ്ടാണ് ബാക്കി എല്ലാവരും നിൽക്കുന്നതെന്ന് വേണം എനിക്ക് വിശ്വസിക്കാൻ, അല്ലേ? അല്ല, ഒരാളെ മറന്നു. സുബി 10 മാർക്കേ ഉള്ളൂ. സുബി വ്യത്യസ്തയാവുന്നത് അവിടെയാണ്. മറ്റുള്ളവരിൽ നിന്നെല്ലാം വ്യത്യസ്തയാവുന്നത് ഏറ്റവും കൂടുതൽ തെറ്റുത്തരങ്ങൾ പറഞ്ഞുകൊണ്ട് 10 മാർക്ക് മേടിച്ചുകൊണ്ട് സുബി വ്യത്യസ്തയായിരിക്കുകയാണ്. എന്നാൽ ബിനുവളിയനും പ്രിയങ്കയും മേടിച്ചിരിക്കുന്നത് 20-20 വെച്ച് മാർക്കുകളാണ്. നിങ്ങൾ രണ്ടുപേരും അത്യാവശ്യം തുല്യ ബുദ്ധിമാന്മാരാണ്. സുബി അവിടെയും വ്യത്യസ്തമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷം.